നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുന്നത് പണത്തിന് വേണ്ടിയാണ് അല്ലെ? അതാണ് ഇപ്പോഴത്തെ ഒരു തീറ. പണത്തിന് മേലെ പരുന്തും പറക്കില്ല, അല്ലെങ്കിൽ പണമാണ് ജീവിതം അല്ലെ? ലൈഫ് ഈസ് മണി. അപ്പോൾ റെഡി ആയിക്കോളൂ. ആ ഒരു മണി നിങ്ങളിത് പോയി കഴിഞ്ഞു. അപ്പൊ നിങ്ങളത് അറിയാൻ പോകുന്നു. ഉടനെ തന്നെ നിങ്ങൾക്ക് അത് ഫ്ലെക്സിബിളി അറിയാൻ പോകുന്നു. വേഗമുള്ളവർക്ക് ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാവുന്നതാണ്. ഈ പറയുന്ന ഗൂഗിൾ പേ ആണോ, ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്, ഈ പറയുന്ന ഇന്റർനെറ്റ് ഒന്ന് ഓഫ് ആക്കിയാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബഗ് വന്നോ, അല്ലെങ്കിൽ എല്ലാം പണം പോയി കഴിഞ്ഞു. ബാങ്കിൽ നിന്നും നിങ്ങൾക്ക് പണമില്ല. ഓക്കെ, നിങ്ങളുടെ എസ് ബി ഐയിലോ ഫെഡറലോ എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാവുന്നതാണ്. ഈ പറയുന്ന 10,000 20,000 ഒന്നും അല്ല, 100 കോടി 500 കോടി 1000 കോടിയൊക്കെ ഉള്ള ആൾക്കാരെയാണ് ഞാൻ പറയുന്നത്. ഈ പറയുന്ന സാധാരണ 95% ആൾക്കാരല്ല, സാലറി ജോബുള്ള ആൾക്കാരല്ല. അവർ ആ ഒരു സാലറി വീഴുന്നു, 2 ദിവസം കഴിയുമ്പോൾ തന്നെ സാലറി വീഴുന്നു, അവരല്ല. ഈ പറയുന്ന കോടീശ്വരന്മാർ, ഈ പറഞ്ഞ വലിയ ബിസിനസ് ആൾക്കാരും ഫിലിം പ്രൊഡക്ഷൻ, ഇവരല്ല. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ സ്റ്റെപ്പ് അവർ ചെയ്തു കഴിഞ്ഞു. ഈ പറയുന്ന മീഡിയാസ്, നമ്മുടെ എല്ലാവിധ മീഡിയാസ് അവർ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം, അവരുടെ അജണ്ട നമ്മളിലേക്ക് എത്തിക്കണം. ഈ പറയുന്ന കൊറോണ ആണെങ്കിലും, ഈ പറയുന്ന ഏതൊരു കാര്യം നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി, അതായത് 95% ആ ഒരു വാർത്ത കാണുന്ന ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ബുദ്ധി ഉപയോഗിക്കാതെ മീഡിയാസ് എന്താണോ പറയുന്നത് അത് വിശ്വസിക്കുന്ന ആ ഒരു വിഡ്ഢികളായ ആൾക്കാരെ അറിയിക്കാനാണ് മീഡിയാസ് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞു. കാരണം ഇപ്പോൾ ഇന്റർനെറ്റിൽ ഇൻസ്റ്റാഗ്രാം, നമ്മുടെ എല്ലാവിധ ഡീറ്റെയിൽസും നമ്മുടെ ഫോട്ടോസും എല്ലാം ഉള്ളത് ഇൻസ്റ്റാഗ്രാം തന്നെയാണ്. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ 1.5 കോടി ആൾക്കാരുടെ കാര്യങ്ങളെല്ലാം ചോർന്നു എന്നുള്ളൊരു റിപ്പോർട്ട് അവർക്ക് വന്നു. ഇതൊരിക്കലും റിപ്പോർട്ട് ചാനൽ അല്ലെങ്കിൽ പറഞ്ഞ ഏഷ്യൻ ന്യൂസ് ഒന്നും സുക്കർബർഗിന്റെ പുറകിൽ പോയിട്ട് കണ്ടുപിടിച്ചതല്ല. അവർ ജസ്റ്റ് ഇട്ട് കൊടുത്തതാണ്. ഓക്കെ, പോയി പറ, അവരോട് പോയി പറ. അപ്പൊ അങ്ങനെ അവർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറെ ഹാക്കേഴ്സ് എല്ലാം വന്ന് അക്കൗണ്ട് എല്ലാം ഫ്രീസ് ചെയ്ത് അതോടൊപ്പം തന്നെ പണം എല്ലാം കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതെല്ലാം അവരുടെ തന്നെ ആ ഒരു 2030 അജണ്ടയുടെ ഏറ്റവും വലിയ പ്ലാനാണ്. ഡിജിറ്റൽ ID കൊണ്ടുവരാനുള്ള പ്ലാനാണ്. ഓക്കെ, അതായത് മണിയില്ല, ക്യാഷ്ലെസ്. അത് എലോൺ മസ്ക് തന്നെ ഒന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇതെല്ലാം ആ ഒരു സൊസൈറ്റിയുടെ, ഈ പറയുന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ആക്ടിങ് തന്നെയാണ്. പക്ഷെ റിസർവ് ബാങ്കിന് പോലും ഇത് അറിയാൻ സാധിക്കില്ല. കാരണം പണം പോയി കഴിയുമ്പോഴേക്ക് അവര് ഇങ്ങനെ ഇരിക്കാൻ പോകുന്നത്. കാരണം നമ്മളെല്ലാം ആ താഴെ തട്ടിക്കിടക്കുന്ന ആൾക്കാർ. അതായത് സൗത്ത് ആഫ്രിക്കയിൽ ഖനിത്തൊഴിലാളികൾ ഇതാണ് അല്ലെ, മണ്ണെല്ലാം കുഴിച്ച് അവരുടെ ജീവിതം എല്ലാം പണയപ്പെട്ട അവർ സ്വർണ്ണം എടുത്ത് ഈ വീടുകൾക്ക് കൊടുക്കും. ഇവര് 100 ലക്ഷം രൂപക്കും 1 കോടി രൂപക്കും എല്ലാം നമുക്ക് വിൽക്കും. പക്ഷെ അവർക്ക് കിട്ടുന്നതോ 500 1000 ഒക്കെ എല്ലാം ആയിരിക്കും. ഓക്കെ, എനിക്കറിയില്ല, അതിനെക്കാട്ടിയും കുറവായിരിക്കും. ചിലപ്പോൾ ഭക്ഷണം ആയിരിക്കും അവർക്ക് കിട്ടുന്നത്. അപ്പൊ അതാണ്, സ്വന്തം മൂല്യം അറിയില്ല. അപ്പൊ പണം എല്ലാം പോയി. അപ്പൊ അത് അവര് ഉടനെ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നു. ഇനി വരാൻ പോകുന്ന കാര്യം ഇതാണ്. അതായത് എല്ലാവരെയും പണക്കെണിയിൽ പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, എന്റെ പെങ്ങളെല്ലാം SBI യിലാണ്. അവള് ലോൺ ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും കൊടുക്കാൻ വേണ്ടി കിടക്കുന്ന ആളാണ്. ഓക്കെ, അവളെ ജോലി ചെയ്താ ലോൺ. അതുകൊണ്ട് തന്നെ ഒരുപാട് പബ്ലിക് പ്ലാറ്റ്ഫോം ഉണ്ട്, ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്. പണം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതായത് നമ്മളിങ്ങനെ ഒരു ചങ്ങലയിൽ പെടുത്തിയിട്ടുണ്ട്, എന്നെ പെടുത്തിയിട്ടുണ്ട്, ഫോൺ, ഇമെയിൽ. ഓക്കെ, അതെല്ലാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ EMI എല്ലാം അടക്കാതെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഒരു ബിസിനസ്സുകാരനെ ഈ പറയുന്ന ബാങ്കിനെ വെറുപ്പിച്ചും SBI നെ വെറുപ്പിച്ചും ഈ പറയുന്ന പ്രധാനമന്ത്രിയെ ജുഡീഷ്യറിയെ വെറുപ്പിച്ച് ഇവിടെ ബിസിനസ് ചെയ്യാൻ പറ്റുന്നു? അപ്പൊ ഇതെല്ലാം പൊളിയും എന്നുള്ളത് 100% ഉറപ്പ് തന്നെ. അതുകൊണ്ട് തന്നെയാണ് എന്റെ ധൈര്യം. അപ്പൊ ഈ പറയുന്ന ലോൺ എല്ലാം നമ്മൾ കുടുങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ പണം പെട്ടെന്ന് അങ്ങോട്ട് ഇല്ലാതായി കഴിഞ്ഞു. ഈ ഒരു ക്രാഷ്, എക്കണോമിക് ഫ്ലോ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർ വേറൊരു കറൻസി ഇവിടെ ചെയ്യും. അതായത് ഈ പറയുന്ന ഡോഗി കോയിനോ അങ്ങനെ എന്തെങ്കിലും കൺസെപ്റ്റ് ആയിരിക്കും അത്. ഓക്കെ, അപ്പോ എല്ലാവരും ഹാപ്പി ആവും. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു ചേഞ്ച് അവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ശ്രദ്ധിച്ച് കേട്ടോളൂ. ഉടനെ വലിയ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നതാണ്.